25 കൊല്ലം വാല് പറഞ്ഞു, ആളുകളെ ദീനിലേക്ക് ഇങ്ങനെ കൊണ്ട്. അപ്പോഴാണ് മുഹീദ്ദീൻ എന്ന പേര് കിട്ടിയത്. പേര് അബ്ദുൽ ഖാദർ എന്നാണ്. മുഹീദ്ദീൻ പേര് അള്ളാഹ് വിളിച്ചോവർ കേട്ടിട്ടില്ല നിങ്ങള്? മുഹീദ്ദീൻ അല്ലേ? ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പിന്നെ 25 കൊല്ലം നടന്നു സഞ്ചരിച്ചു, ദീനിനെ ഹയാത്താക്കി. ആ നിലക്ക് വലിയ പവർ, വലിയ സ്ഥാനത്തെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവി നൽകി ആദരിച്ചു. ആ ഗൗസുൽ ആദം തങ്ങളുടെ റാത്തീബാണ്. അവർ ചൊല്ലിയതും അല്ലേ ആ ദിക്റുകളാണ്. ബഹുമാനപ്പെട്ട കടലുണ്ടി തങ്ങൾ, നമ്മള് ഖലീൽ ബുഖാരി തങ്ങൾ, ഞാൻ ഒരു സംഭവം പറഞ്ഞു. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടെ കടലുണ്ടിയിൽ റാത്തീബിന് ഒരു സലഫി, ഒരു മുജാഹിദ് ആശയക്കാരൻ പോയിട്ട് ഇരുന്നെന്തിനാ? ഈ മുഹീദ്ദീൻ റാത്തീബ് എന്ന് പറഞ്ഞാല് അത് പക്ക ഷിർക്കിന്റെ കൊട്ടയാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അത് നോക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിയുള്ളത് കൊണ്ട് പോയതാ, സാമാന്യ ബുദ്ധി, നാടനാണ്. അങ്ങനെ പോയിട്ട് ആ റാത്തീബിന്റെ തുടക്കത്തിൽ തന്നെ അവിടെ ഇരുന്നു, കുറച്ച് അപ്പുറം ഇരുന്നു. റാത്തീബ് ചെല്ലാൻ കേട്ടിട്ട് പഠിക്കാൻ, മനസ്സിലാക്കാൻ. അങ്ങനെ ആദ്യം തന്നെ ഫാത്തിഹ ഓടുന്നു. പിന്നെ രണ്ടാമത് കുറച്ച് ആയത്തുകളൊക്കെ, ഖുർആനിലെ ആയത്തുകളെല്ലാം മുഹീദ്ദീൻ റാത്തീബിൽ കണ്ടിട്ടില്ല, അത് ഓതി. പിന്നെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്കുണ്ട? അതിൽ ശിർക്കില്ലല്ലോ. അതിൽ ശിർക്കില്ല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു വഴി, അതിലും ശിർക്കില്ല. അതിലും ശിർക്കില്ല. അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ട്, അത് എന്നെ നോക്കുന്നുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അതിലും ശിർക്കില്ല. പിന്നെ അന്തല്ലാദി അന്തല്ലാക്കു, അതിൽ പറ്റ ശിർക്കില്ല. അല്ലാഹ് നീയാണ് ഹാദി, നീയാണ് ലൈസൽ ഹാദി, ഇല്ല, ഓ നീ അല്ലാണ്ട് ആരുമില്ല, അതിലും ശിർക്കില്ല. യാ ഹന്നാൻ, യാ മന്നാൻ, യാ ദയ്യാൻ, യാ സുബ്ഹാൻ, അത് അല്ലാഹനെ വിളിക്കുന്നത്, അതിലും ശിർക്കില്ല. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ലാസ്റ്റ് തീർന്നു. യാ അല്ലാഹു, യാ അല്ലാഹ്, അത് തീർന്നു. അല്ലാഹ് ലാസ്റ്റ് അല്ലാഹ് 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 അല്ലേ? ഗുജറാത്തി തീർന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല, ശിർക്ക് കൂടി കാണുന്നില്ല, ശിർക്ക് കാണുന്നില്ല. അല്ലാഹു എനിക്ക് ഹിദായത്ത് കൊടുത്തു. അങ്ങനെ നേരെ പിറ്റേന്ന് കടലിൽ തങ്ങളെ പോയിട്ട് പറഞ്ഞു പോലും, തങ്ങളെ അസ്സലാമു അലൈക്കും, ഞാൻ ഇന്നലെ നിങ്ങളെ റാത്തീബിലാണ്, റാത്തീബ് വന്നത് റാത്തീബ് വല്ലാനല്ല, നിങ്ങളെ സുന്നിയായിട്ട് വന്നതല്ല, ഞാൻ സലഫിയായിട്ട് വന്നത്. ഈ മുഹീദ്ദീൻ റാത്തീബിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. നോക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനം അല്ലാഹു അല്ലാഹു അല്ലാഹു, ഇടയിലൊക്കെ യാ ഹന്നാൻ, യാ മനാൻ, യാ ദയ്യാൻ, യാ സുബ്ഹാൻ, യാ അഹദു, യാ സമദു, യാ ബിതുറു, യാ മൗല, യാ ഹയ്യു, യാ ഖയ്യൂം, യാ ദായിമു, യാ അല്ലാഹ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു പോലെ എവിടെയും ശിർക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ ആ സരസ്സെന്ന് പോയത് മുതൽ 100% സുന്നിയാണ്. എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതിലൊറ്റടുത്ത് ശിർക്ക് കാണുന്നില്ല, അള്ളാഹിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഒരു സ്ഥലത്തും യാ ഗൗസ് എന്ന് വിളിച്ചിട്ട് അവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ സുന്നിയായി എന്ന് ഈ അടുത്ത് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ മഹത്തുക്കൾ, ഔലിയാക്കൾ ചൊല്ലിയ ദിക്റുകൾ. അദ്ദാദ് റാത്തീബ് ശിർക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ അദ്ദാദ് റാത്തീബ് ശിർക്കാണ്. അദ്ദാദ് റാത്തീബ് ശിർക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, അൽ ഫാത്തിഹ അത് ശിർക്കാ? ഫാത്തിഹ ഓതുന്ന ശിർക്ക? ഫാത്തിഹ ഓതുന്ന ശിർക്കല്ല. അപ്പൊ നമുക്ക് അദ്ദാദ് തുടങ്ങാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു, അത് ശിർക്ക അല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ശിർക്ക അല്ല. അങ്ങനെ അദ്ദാദ് മുഴുവൻ ചൊല്ലി തീർത്തു. ഇതിൽ ശിർക്കുണ്ട? ഇടത്തോളം ചെല്ലിയ ഓരോന്നിലും ശിർക്കുണ്ട? ഓരോന്നിലും ശിർക്കില്ല. അപ്പൊ അദ്ദാദ് ശിർക്ക്. അവൻ പറയാണ് അദ്ദാദ് ശിർക്ക്. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് പിരാന്ത്? ഞാൻ പറഞ്ഞു അദ്ദാദിന്റെ ഓരോ ദിക്റും ചൊല്ലി അപ്പൊ ശിർക്കുണ്ട? അപ്പൊ ഒന്നിനും ശിർക്കില്ല. അപ്പൊ അദ്ദാദ് ശിർക്ക്. ഇതാരാ? ആരോ പറഞ്ഞു കൊടുത്തില്ല. ഓ അങ്ങനെ തന്നെ പാടുക. അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ. എല്ലാ വിദ്യാത്തിന്റെ കക്ഷികൾക്കും അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അറിയാതെ തെറ്റിപ്പോർക്ക് അല്ലാഹു നന്മ കൊടുക്കട്ടെ. നമുക്ക് ദുആറക്കാം. ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എവിടെ പോയിട്ട്, കാട്ടിൽ പോയിട്ട് പച്ചത്തട്ടം പിരിച്ചിട്ട് ഇങ്ങനെ കടന്നിട്ട് ഇരുന്നിട്ട് ഹോ 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 നാക്കിയിട്ട് ഔലിയായതല്ല. 50 കൊല്ലം പഠിച്ചിട്ട് 25 കൊല്ലം വാദ പറഞ്ഞിട്ട് കേട്ടോ, ഇങ്ങനെ അല്ലാഹുവിന്റെ ഇൽമിലും ദീനിന്റെ പ്രവർത്തനത്തിലായി മുഹയ്യിദ്ദീൻ ദീനിനെ ഹയാത്താക്കി. ആ മഹാനവറുകളെ സ്നേഹിച്ച് അവർ ചൊല്ലിയ ദിക്റുകളാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. അതിൻ്റെ എല്ലാ ലക്ഷ്യം ഈമാൻ രക്ഷപ്പെട്ട് കിട്ടലാണ്. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഔലിയാക്കളെയും മഹാന്മാരെയെല്ലാം
നമ്മൾ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കണം. ഒറ്റ വിഷയം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ പള്ളിന്റെ പേര് മസ്ജിദ് ഫതഹ് എന്നാണ് ഈ പള്ളിന്റെ പേര്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അങ്ങൊന്ന് തോന്നി, മൂപ്പര് മൊയ്തീൻ ശൈഖ് തങ്ങൾ ആളാണല്ലോ, അബ്ദുറഹ്മാൻ ഉസ്താദ് മെർഹൂം. മൊയ്തീൻ പള്ളിന്നല്ലേ വെക്കേണ്ടത്? എന്നെ ഒരു ചോദിക്കാൻ പേടിയായി. ഞാൻ അങ്ങനെ ചോദിക്കൂല. എന്നാൽ എനിക്ക് സംശയമുണ്ട്, ഇത് ഈ മസ്ജിദ് ഫതഹ് എന്തേ ആയത്? ഇപ്പം മനസ്സിലായി. ഈ വർഷമാണ് ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കെ തുറന്നു കിട്ടുക, അല്ല തുറന്നു കിട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ഫതഹ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം സുലിയാൻ നബറല്ലാഹു മർഖദ വറഫഅല്ലാഹു ദർജത വനഫഅനല്ലാഹു ബി ഫിദ്ദാറൈൻ, ബഹുമാനപ്പെട്ടവർ നേരത്തെ കണ്ട് ഇങ്ങനെ ഒരു ഫതഹ് ഇവിടെ വരും. അതുകൊണ്ട് പള്ളിന്റെ പേരാണ് മസ്ജിദ് ഫതഹ്. തിരിഞ്ഞ എന്റെ ഇസ്കാല് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഇസ്കാലാണ്. കാരണം മൂപ്പർ മൊയ്തീൻ ശൈഖിന്റെ ആളാണ്, എനിക്ക് നന്നായിട്ട് അറിയും, നേരത്തെ അറിയും. അപ്പൊ ഈ പള്ളിക്ക് മൊഹീദ്ദീൻ പള്ളി എന്നല്ലേ വെക്കേണ്ടത്? പിന്നെന്ത് ഈ മസ്ജിദ് ഫതഹ് ആക്കിയത്? ഞാനിങ്ങനെ ചോദിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം വന്നിട്ട് നമ്മൾ മുഹമ്മദ് ഉസ്താദ് പുതിയാപ്പള പലപ്പോഴും പറയാറുണ്ട്, അതെടുത്ത് ഉസ്താദ്, അതെടുത്ത് കാക്ക, ഇതെടുത്ത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സ്ഥലം എത്ര എടുക്കുന്നുണ്ട്? ഇന്ന് വന്നിട്ട് ഇവിടെ തിരിയുമ്പോ തന്നെ ഈ നാട് തന്നെ വേറെയാണ്. ഈ പരിസരം മുഴുവനും ഫതഹായി. അല്ലാഹു തുറന്നു തന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് മഹാന്മാരുടെ നാവ്, മഹാന്മാരുടെ ആശയം, ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മുമ്പേ അവരെ ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. ആ ഫതഹാണ് അൽഹംദുലില്ലാഹ് ഈ പരിസരത്ത് മുഴുവൻ കാണുന്നത്. അന്ന് ഇവിടെ ഈ പള്ളി കാണാറില്ല. ഇതിലിങ്ങനെ വന്നിട്ട് എടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ പള്ളി കാണുന്നത്. അവരെ വീടും പരിസരവും മജ്ലിസും കാണൂല. ഇവിടെ ഖിയാമത്തിന്റെ കാട് കെട്ടിയിട്ടുണ്ടോ, വലിയ കാട്. അവിടെ കയറിയിട്ട് ഒരു തൈ കൊത്താനും പറ്റൂല. കാരണം നമ്മളതല്ലാതിരിക്കും മറ്റൊരാളെ വളപ്പിൽ കയറി കൊത്താൻ പാടില്ലല്ലോ. കൊത്താൻ അനുവാദവുമില്ല, കൊത്താനും പറ്റിയില്ല. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഈ പള്ളിക്ക് പേര് വെച്ചു ഫതഹ്. ഈ പരിസരം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഈ നസീഹത്തിന് വേണ്ടി ഇവിടെ ആലിമീങ്ങൾ വന്ന് വേദ പറഞ്ഞു. അല്ലാഹുവർക്കെല്ലാം ദീർഘായുസ്സും ആയുസ്സും അല്ലാഹു കൊടുത്തു റായത്തിലാക്കി കൊടുക്കട്ടെ, അല്ലേ? അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ മുതഅല്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട വയ്യക്കി ഉസ്താദിന്റെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ സ്ഥാപനം തുടങ്ങി അതിന്റെ വലിയ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഈ അടുത്ത് മരണപ്പെട്ടു പോയ വലിയ ഉസ്താദിന്റെ മകൻ. ഞങ്ങൾ വലിയ സ്നേഹത്തിലും ബഹുമാനത്തിലുമായിരുന്നു. ഞാൻ ആ സ്ഥാപനം കാണാൻ വേണ്ടി പോയിരുന്നു. ഹയാത്ത് കാലത്ത് തന്നെ എന്നെ ക്ഷണിച്ചിരുന്നതിന് ശേഷം ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തു വന്നു. എനിക്ക് പിന്നെ അങ്ങനത്തെ പിരാന്ത് പേടിയില്ല. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, നാളെ പേപ്പറിൽ വരും, പേപ്പറിൽ വരട്ട്. അങ്ങനെ ഒരിക്കൽ ഒരു പരിപാടിക്ക് പോയിട്ട് ഞാനും ഒരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിലെത്തി. അപ്പോൾ നമ്മളെ സൈനുൽ ആബിദുകളുണ്ടല്ലോ, കുന്നുംകൊയ്യല്ലേ? കുന്നുംകൊയ് നിങ്ങൾ മൂപ്പര് എത്തി. അപ്പോൾ രണ്ടാളെ കാറ് നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് മൂപ്പരും ഇറങ്ങി, ഞാനും ഇറങ്ങി. അപ്പം എന്നോട് പറയുന്നത്, ഹുസൈൻ സാരി ആരും കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഫോട്ടോത്തിൻ്റെയും അല്ലെങ്കിൽ വേറൊന്നിൻ്റെ അങ്ങനത്തെ വിരാന്തും ഇല്ല, അതിൻ്റെ പേടിയുമില്ല. കാരണം എന്താ, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നമ്മുടെ മശായിഖന്മാർ പഠിപ്പിച്ച ആ പാരമ്പര്യം അതെവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ചെയ്യും. സലീമായ കൽബിന്റെ ഉടമകൾ ഈ സംസാരിക്കുന്ന ഞാൻ എപ്പോഴും ആയിട്ടില്ല. ഈ ഇരിക്കുന്ന നിങ്ങളെപ്പറ്റി ഞാൻ പറയുകയല്ലേ, എന്നാലും നമുക്കൊന്നും സലീമായ കൽബിന്റെ ഉടമകളാകാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ
മറ്റൊരാളെ പറ്റി ഒരു തെറ്റായ വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരാതെ, മറ്റൊരാളെ പറ്റൊരു പകയോ ശത്രുതയോ നഞ്ചിയോ പകയോ ഒന്നുമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം മുമ്പിൽ കണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രം ജീവിക്കുന്ന കൽബിന്റെ ഉടമകളാണ് സലീമായ കൽബിന്റെ ഉടമകൾ. അല്ലാഹു തആല നിലക്ക് നമ്മളെ നന്നാക്കി തരട്ടെ. അതാണ് അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ. അങ്ങനെ അവർക്ക് ആകണമെങ്കിൽ എത്ര മെനക്കെട്ടു. ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങൾ കണ്ടില്ലേ, ദറസ്തുൽ ഇൽമ ഹത്താ സിർതു കുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഔസുൽ ആലം തങ്ങൾ പറയാണ്, ദറസ്തുൽ ഇൽമ ഹത്താ സിർതു കുതുബാ, ഞാൻ ഇൽമ പഠിച്ചു എത്ര കൊല്ലം ഔസുൽ ആലം പഠിച്ചു. മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സാദാത്തുക്കളെ, നേതാക്കളെ, നമ്മളൊക്കെ ചെറിയ എന്തോന്ന് പഠിച്ചപ്പോ എന്റെ ഇൽമ തിരക്കടില്ല, ഞാൻ അവിടെ പാസ്സായി ഇവിടെ പാസ്സായി എന്നൊക്കെ തോന്നണില്ലേ? ഔസുൽ ആലം പറയുന്നു എത്ര കൊല്ലം പഠിച്ചു? നീണ്ട 50 വർഷം. ബഗ്ദാദിൽ പോയിട്ട് 32 വർഷവും നാട്ടിൽ ഉമ്മയുടെ അടുക്കൽ നിന്ന് തുടങ്ങിയ 18 വയസ്സും വരെ നാട്ടിലും, 32 വർഷം ബഗ്ദാദിലും, 50 വർഷം അല്ലാഹുവിന്റെ ദീനിന്റെ എല്ലാ ഇൽമുകളും ഓരോ ഉലമാഇന്റെ അടുത്തും ഓരോ മശായിഖിന്റെ അടുത്തൊന്നും പോയി അവിടെയൊക്കെ കുത്തിരുന്ന് 50 വർഷം ദറസ്തുൽ ഇൽമ ഹത്താ സിർതു കുതുബാ. കണ്ടോ, പഠിച്ചു അങ്ങനെ വലിയ ഖുതുബുൽ അഖ്താബിന്റെ പദവിയിൽ ഞാൻ എത്തി. സുബ്ഹാനല്ലാഹ്. ല്ലേ, ബഹുമാനപ്പെട്ട മർഹൂം ബയ്യക്കി ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുത്തട്ടെ. എത്രയാണ് പഠിച്ചത്? ഞാൻ ഓടുന്ന കാലത്ത് തന്നെ മൂപ്പർക്ക് വലിയ വയസ്സുണ്ട്. ആ സമയത്ത് ഞങ്ങൾ എന്റെ ഉസ്താദിന്റെ കൂട്ടിക്കൊണ്ടു പോകാറ്. അല്ലാഹു ഉസ്താദിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഹുസൈന, നീ വാ, പയ്യക്കി ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞു കൊണ്ടുപോകും. ആ ചെറിയ ഈ കാണുന്ന ചെറിയ മുതഅല്ലിമീങ്ങളെത്തും. അപ്പോഴും ബഹുമാനപ്പെട്ടവരെടുത്ത് പോയി നോക്കുമ്പോൾ ആ പള്ളിന്റെ അപ്പുറത്തുള്ള ഒരു തോടുണ്ട്. ആ തോട് കടന്നിട്ട് അപ്പുറത്തേക്ക് നടന്നിട്ട് പോകണം. അവരെ പെരക്ക് അതൊക്കെ ഇപ്പൊ ഉണ്ടോന്നറിയില്ല. അവിടെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കിതാബ് നോക്കുന്നുണ്ട്. ഉസ്താദ് ചില മസാലകൾ ചോദിക്കുന്നു. അപ്പൊ ബഹുമാനപ്പെട്ടവര് അവിടെ നിന്ന് എണിച്ചിട്ട് കിതാബ് എടുക്കുന്നു. എടുത്തിട്ട് ആ മസാലകൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ പറയുന്നു, നഖലുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, മനപ്പാഠം പറഞ്ഞാൽ പറ്റൂല, ഞാൻ കിതാബ് നോക്കിയിട്ട് തന്നെ പറയാം. അപ്പോഴും ബഹുമാനപ്പെട്ടവർ പഠിക്കുകയാണ്, പഠനം നിർത്തിയിട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്, അതാണ് അവരുടെ ദറജ. ഇൽമു എന്ന് പറഞ്ഞാൽ അവരുടെ ലോകം തന്റെ ഇൽമാണ്. അതാണ് ഗൗസുൽ ആദം ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഇൽമു എവിടെത്തി? ഇവിടെ ഞാൻ ബഗ്ദാദിൽ ഇരുന്ന് നോക്കിയാൽ എന്റെ കണ്ണ് ലൗഹിലാണ്, എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. ഇവിടെ ഇരുന്ന് നോക്കിയാൽ ലൗഹുൽ മഹ്ഫൂദ് എനിക്ക് കാണും. അത് പറയാൻ കഴിയുന്നൊരു ആലിമ് ഇപ്പൊ ലോകത്തുണ്ടോ? ഒരു ശൈഖുണ്ടോ? ഒരു വലി എന്ന് പറയുന്ന ഒരാളുണ്ടോ? ഒരു തരീഖത്തിന്റെ ശൈഖായിട്ട് ഒരാളെ കാണുന്നുണ്ടോ? അങ്ങനെ പറയാൻ വെറുതെ അവിടെ ഇവിടെ എന്തെല്ലാം പറയാം. കുറെ ആള് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ശൈഖാക്ക എന്നല്ലാതെ ആ നിലക്കുള്ളവരുണ്ടോ പ്രിയപ്പെട്ടവര്? അങ്ങനെ ഒരു ശൈഖായി നമ്മളെ തർബിയത്ത് ചെയ്യണമെങ്കിൽ ബഹുമാനപ്പെട്ട ബയ്യക്കി ഉസ്താദ് മർഹൂം അവർ ചെയ്യണമായിരുന്നു. അങ്ങനെ ശൈഖായിട്ടവര് കൂടിയില്ല. അവർ പിന്നെയും പഠിക്കുകയാണ്, നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു ആ പാതയിൽ നമ്മുടെ ഉലമാഇനെ മുതഅല്ലിമീങ്ങളെയും അല്ലാഹു ആക്കി തരട്ടെ. ഇപ്പൊ ശൈഖാവാനുള്ള തിരക്കാണ്. തരീഖത്തിന്റെ ശൈഖ്, മറ്റേ ശൈഖ്, പിന്നെ അവിടെ നേതൃത്വം, ഇവിടെ നേതൃത്വം, അങ്ങനെ കുറെ ആളുകള്, അങ്ങനെ കുറെ പരിപാടികൾ. ഇതെല്ലാം ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ നിർത്തുന്നു പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 50 വയസ്സ് പഠിച്ചിട്ട് പിന്നെന്താക്കി? 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടാറിരുന്നോവർ. പിന്നെ 25 കൊല്ലം, 50 കൊല്ലം പഠിച്ചിട്ട് 25 കൊല്ലം ആകും. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഇനി നടക്കണ്ട, 90 കൊല്ലം ജീവിച്ചു ഗൗസുൽ ആദം. ഈ 90-ൽ 50 കൊല്ലം പഠിച്ചതന്നെ.
നമുക്കൊക്കെ പാസ്സായാൽ മതിയല്ലേ, പിന്നെ ഒന്നും പഠിക്കാനില്ല. പാസ്സായി കിട്ടിയാൽ മതി. ഇയാൾ ഞങ്ങളെ കുടുംബത്തിൽ പാസ്സായ മൊയിലാരാണ്, പാസ്സായി പിന്നെ പഠിക്കാനില്ല. നമ്മളൊക്കെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് ഇൽമ തരട്ടെ. പിന്നെ പഠിക്കാൻ നമുക്ക് അറിയണ്ടേ, പഠിക്കണമെങ്കിൽ അറിയണം. അതിന് അപ്പുറം നോക്കണമെങ്കിൽ അപ്പുറം കിട്ടണ്ടേ, നോക്കിയെടുത്ത് തന്നെ സ്റ്റോപ്പ്, അപ്പുറം കിട്ടിയില്ല. കണ്ടോ അങ്ങനെ പരിസരം, അവരുടെ ദർബാറിന്റെ ഈ പരിസരത്ത് വലിയ ദീനിയായ വെളിച്ചങ്ങൾ നൽകണേ റഹ്മാനെ, ഈമാനികമായ വെളിച്ചം നൽകണേ അല്ലാ, ഇൽമിയായ വെളിച്ചം നൽകണേ അല്ലാ. അതിന് സഹായിക്കുന്നവർക്കെല്ലാം നീ വലിയ സഹായം നൽകണേ അല്ലാ. കടത്തിലും പ്രയാസത്തിലും ഞങ്ങളെയും ഇതിന്റെ കമ്മിറ്റിക്കാരെയും ആരെയും നീ ആക്കല്ലേ അല്ലാ.